MSFിൻ്റെയും നേതാക്കന്മാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഇതര സമുദായത്തിലെ നല്ലവരായ മനുഷ്യ സ്നേഹികൾക്ക് അഭിനന്ദനങ്ങൾ. എൻ്റെ പഴയ പാർട്ടി സഖാക്കൾക്ക് ലാൽ സലാം. ഞാൻ മുസ്ലിം ലീഗിൻ്റെ വേദിയിലാണ് സംസാരിക്കുന്നത്. കാരണം എന്തുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ വന്നതോടുകൂടി നിന്നു ഇല്ല, വരവ് ഇങ്ങനെ ഞാൻ നമ്മളെ പഴയ ആളുകളൊക്കെ കണ്ടപ്പോൾ അന്തം വിട്ടു. ഇപ്പോൾ ടർക്കിയൊക്കെ ഇട്ട് പോയ ആളുണ്ട്. ഇതിങ്ങനെ വരുന്ന എണ്ണും വണ്ണൊന്നും നോക്കണ്ട. ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് 7 MLA-മാരില്ലാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ നിൽക്കുള്ളൂ. ആ രീതിക്കല്ല ഇപ്പോൾ പോണത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാന മന്ദിരമടക്കം ചെതല് പിടിച്ച് പാളീസായി പോയി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ യൂണിറ്റ് ഉണ്ടാക്കിയത് താഷ്കൻഡിൽ മുസാഫർ അഹമ്മദാണ്. ആ മുസാഫർ അഹമ്മദിൻ്റെ ചരിത്രം പഠിപ്പിക്കേണ്ട പാർട്ടി ഫാരിസ് അബൂബക്കറിൻ്റെ ചരിത്രം ലാപ്ടോപ്പിലാക്കി AKG സെൻറ്ററിൽ നിന്ന് SMS ആക്കി സഖാക്കളെ കമ്മ്യൂണിസം പഠിപ്പിക്കുന്ന കാലഘട്ടം വന്നപ്പോൾ ഇനി ഭാവിയില്ല. എവിടെ എത്തി AKGയുടെ പാർട്ടി? അമരാവതിയിൽ പാവപ്പെട്ട ആളുകളെ കുടിയിറക്കിയപ്പോൾ അങ്ങോട്ട് മാർച്ച് നടത്തിയ AKGയുടെ പാർട്ടിയുടെ ഇന്നത്തെ സഖാക്കൾ ലോട്ടറി രാജാവ് മാർട്ടിന്റെ പണപ്പെട്ടിക്ക് കാവൽ നിൽക്കുന്ന വേട്ടപ്പട്ടികളായി മാറുന്ന ആധുനിക മാർക്സിസത്തിന്റെ തകർച്ചയുടെ വക്കീലാണ് ഇന്ന്. അറിയോ, AKGയും EMSഉം അതുപോലെയുള്ള സമുന്നതരായ നേതാക്കന്മാർ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പാർട്ടി കുറച്ച് ആളുകൾക്ക് ഇന്നൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റി. പിണറായിയൊക്കെ വേദിക്ക് വരുന്നത് കണ്ട ഇയാൾ വലിയതൊരു കമ്പനിൻ്റെ MD വരുന്ന മാതിരിയാണ്. 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റ് പാളീസായപ്പോൾ ഞങ്ങളൊക്കെ പല കമ്മിറ്റിയിലും ചോദിച്ചു എന്താ നമ്മൾ പാർട്ടി ഇങ്ങനെ തോൽക്കാൻ കാരണം. അപ്പോൾ CC റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടിംഗ് വെച്ചു. സാധാരണക്കാരിൽ നിന്ന് ജനം അകന്നു. പാർട്ടി നേതാക്കന്മാരെ തലക്കനം കൊണ്ട് പാർട്ടിയുടെ നേതാക്കന്മാരും അണികളും തമ്മിലുള്ള ബന്ധമില്ലാതായി. ഇടത്തരക്കാർ പാർട്ടിയിൽ നിന്ന് അകലാൻ തുടങ്ങി. എങ്ങനെ അടുക്കുക? 4.25 കൊല്ലമായി ഇപ്പൊ ജലീൽ പ്രസംഗിച്ച് നടക്കുന്ന ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷവുമായി അടുക്കണം. പാർട്ടിയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളിലും സംശയം ചോദിച്ച് അംഗം വെട്ടിയിട്ട് ഇന്ന് വരെ ഏതൊരു ഒരു കമ്മിറ്റിയിൽ പാർട്ടി മറുപടി പറഞ്ഞിട്ടുണ്ടോ? ജലീലിന് മെമ്പർഷിപ്പ് ഇല്ല. ഞങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് മറുപടി പാർട്ടിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്ക് 4.25 കൊല്ലം എന്ത് നൽകി ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് മാർക്സിസ്റ്റ് പാർട്ടിയും? ഞാൻ ചോദിക്കട്ടെ, കേരള ഗവൺമെന്റിന്റെ പ്രതിനിധികളായി 9 ആളുകൾ സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗങ്ങളാണ്. അതിൽ എത്ര മുസ്ലിം ഉണ്ട്, എത്ര ദളിതനുണ്ട്, എത്ര ന്യൂനപക്ഷങ്ങളുണ്ട്? നാളെ കണക്ക് പറയണം മിസ്റ്റർ KT ജലീൽ സാഹിബ്. കേരള ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർമാർ എത്ര ആളുകളുണ്ട്? 69 എണ്ണം. എത്ര ആളുകൾ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്? വിവിധ ജില്ലാ കോടതികളിൽ 100 കണക്കിന് വരുന്ന പ്ലീഡർമാരും അഡീഷണൽ പ്ലീഡർമാരും ഉണ്ടല്ലോ കേരളത്തിൽ. ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന പ്ലീഡർമാർ. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട എത്ര ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിന്റെ ഉന്നത ശ്രേണികളിൽ വെക്കാൻ സാധിച്ചിട്ടുണ്ട്? ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും ഗവൺമെന്റുമായിട്ടുള്ള പല വിഷയങ്ങളിലും ഒരു നോട്ടറിയുടെ അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അങ്ങനെ വിവിധ കോടതികളിൽ നിരവധി നോട്ടറിമാരെ വെച്ചപ്പോ എത്ര പിന്നോക്ക മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളെ വെക്കാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഇന്നലെ പാലോളി കമ്മിറ്റിയുടെ തീരുമാനം വന്നു. ബലാക്കിന്റെ കമ്മിറ്റി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാ. എന്താണ്? മൂത്രപ്പരിയും കക്കൂസും ഉണ്ടാക്കും. നിങ്ങളെ കമ്മിറ്റിന്റെ തീരുമാനം കാത്തുക്ക മനുഷ്യൻ തൂറാനും പാത്താനും വിചാരിച്ചിക്ക. നിങ്ങൾ യാതൊരു ലഗാനും ഇല്ലാത്ത വർത്താനം. നിങ്ങൾ സമുദായത്തിന് ഒന്നും തരണ്ട, ന്യൂനപക്ഷങ്ങളെ തിരിഞ്ഞു നോക്കണ്ട. പക്ഷേ സമുദായത്തെയും ന്യൂനപക്ഷത്തെയും അപമാനിക്കാതിരുന്നാൽ പിണറായി വിജയന്റെയും VSന്റെയും പാർട്ടിക്കാണ് ഗുണം. മാനക്കേടിലാക്കുക കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ. ഹംസാക്ക ഇസ്ലാമും കമ്മ്യൂണിസം പറഞ്ഞിട്ടാ വേള്. പട്ടുറുമാലിൽ കയറി കണ്ട് നിൽക്കുക. എന്നിട്ട് ബദർ യുദ്ധത്തിന് റസൂലുള്ളയും കൂട്ടരും പോയപ്പോൾ ചായ ഉള്ളിയും കുടിച്ച് ഹോട്ടലിൻ്റെ എത്തിയപ്പോൾ 2 വരി പാടില്ലാന്ന് പാടിക്കാൻ. ബദർ യുദ്ധത്തിന് മുമ്പ് ചായ ഉള്ളിയും കുടിച്ചാണ്ട ബദർ യുദ്ധത്തിന് പോലെ ആ മൂപ്പരിങ്ങനെ ഇയർഫോണൊക്കെ വെച്ച് ഇങ്ങനെ തല കുലുക്കണ കണ്ട ഏറേമാൻ്റെ കാരണമല്ല തോന്നുന്നു. ഒരു ചുക്കും ചുണ്ടാൻ പറയാത്തൊരു മനുഷ്യൻ. അസൂയക്കും കിബറിനും കയ്യും കാലും വെച്ചാൽ അതൊരു മൂശയിലിട്ട് വാർത്താൽ തെളിഞ്ഞു വരുന്ന രൂപമാണ് കൂരാട്ട് ഹംസാക്ക. അറിയോ? എന്തെങ്കിലും ഒരു കാറും
ഗവൺമെന്റിന്റെ സ്ഥാനം ഉണ്ടായ ഇത്തരം ഒരു ആട്ടിപ്പാറിട്ടിരിക്കുന്ന ഒരു സാധനം എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും ഈ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉള്ളിക്കാണോ വില, വെള്ളിക്കാണോ വില എന്ന് ചോദിച്ചാൽ പേപ്പർ നോക്കേണ്ട സ്ഥിതിയല്ലപ്പോ അല്ലേ? വലിയ വിവാദങ്ങൾ കേരളത്തിൽ കൊടുമ്പരി കൊണ്ട് നിൽക്കാണ്. എങ്ങനെ ശശിക്ക് അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ സാഹചര്യം എങ്ങനെ ഇല്ലാതെക്കുക? ശശിയും DYFI നേതാവിന്റെ ഭാര്യയും 2 മണിക്കൂർ സംസാരിച്ചപ്പോൾ നടുവേദന. കാരണം അശോക് ലേലന്റെ വണ്ടിയാ കൈരേണ്ട് ഇറങ്ങണം. നീളും വണ്ണും കണ്ടിണങ്ങൾ നടു ഒടിയാത്ത പടച്ചോന്റെ കുതിരത്തോണ്ടാണ്. കോടിയേരിന്റെ മകൻ മഞ്ചേരി വന്നപ്പോൾ ഇനിക്കറിയാളെ കഴിച്ചിലാക്കപ്പെട്ട പാടത്രങ്ങൾ പോലീസുകാരെ വണ്ടിയിൽ പോലീസിന്റെ യൂണിഫോം ഇട്ട് പതുക്കാണ് കയറ്റി വിട്ട്. അപ്പോ ഈ ജാതി കുരുത്തം കെട്ട ആമക്കളും ലക്ഷണം കെട്ട റഊഫിനെ പോലെയുള്ള ഇളച്ചന്മാരുണ്ടായ എങ്ങനെ നേതാക്കന്മാർ ജീവിക്കുക? ആ രീതിയിലല്ലേ പോക്ക്. അംസാക്ക ഇയാമ സാഹിബ് ലോക ആകെ നടക്കണത് കണ്ടിട്ട് ഇയാളും പോയി MP ആയപ്പോൾ ജിദ്ദീക്ക് 28 ഇഞ്ച് അരവണ്ണുള്ള അംസാക്ക 39 ഇഞ്ചുള്ള ഫാൻ്റെ ഇട്ട് ചാക്കുന്നൂലോണ്ട് തുന്നിക്കെട്ടി 49.5 ഡിഗ്രി ചൂടുള്ള സൗദിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഓവർകോട്ട് ഇല്ല. എന്നിട്ട് ഇയാളോട് അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചു, എന്താ ഹിന്ദു? ഹിന്ദു എന്നല്ല, ഞാൻ മുസ്ലിമാൻ. അന്നേക്കുലും അംസാക്ക് പറഞ്ഞല്ലോ അൽഹംദുലില്ലാ. മൂപ്പരാണ് ഇപ്പൊ ഇസ്ലാമും കമ്മ്യൂണിസം വേറെ പറഞ്ഞെടുക്കുന്ന ആള്. എന്നോട് എത്ര ആളുകൾ ചോദിച്ചു നിങ്ങൾ ഇതെന്തിനാ മുസ്ലിം ലീഗ് പോയത്, മുസ്ലിം ലീഗ് പോയത്? പല പാർട്ടിന്റെ നേതാക്കന്മാരും സത്യമാണ് ഹക്കാണ് ബന്ധപ്പെട്ടിട്ടുണ്ട്. PT റഹീം അടക്കം പുതിയ പാർട്ടി ഉണ്ടാക്കരുത് വാ എന്നൊക്കെ പറഞ്ഞു. ചില ആളുകളെ നമ്മളെ പാർട്ടിയില്ലോല് പറഞ്ഞു പാർട്ടി ലീഗിക്ക് പോലെ നമുക്ക് ഒഞ്ചിയത്ത് ഉണ്ടാക്കിയ മാതിരി ഒരു ഒഞ്ച് ഉണ്ടാക്കാറ്. എന്തിനാ കൂട്ടരെ ഒഞ്ചിയത്തേക്ക് പോടെ? മൊഞ്ചുള്ള മുസ്ലിം ലീഗ് കേരളത്തിലുണ്ടാകുമ്പോൾ ഒഞ്ചിയത്തെ സഖാക്കളൊപ്പം പോകണ്ട. എന്താ മുസ്ലിം ലീഗിനൊരു കുറവ്? റൌഫ് എന്തെങ്കിലും പറഞ്ഞോട്ടെ, റൌഫും 2 ദിവസം കഴിഞ്ഞാൽ ഉയ്ച്ചിലിന് പോവാ. ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോ റൌഫെ, തൈലം മാത്രം റൌഫ് വാങ്ങിയാൽ മതി, ഉയ്ച്ചിൽ യൂത്ത് ലീഗുകാർ ഉഞ്ഞേരും. നാട് നിരമ്പൊക്കെ ശരിക്ക് ജീവൻ വെച്ചിട്ട് നാട്ടുകാരടി കൂടെ നടക്കാം. എന്താണ് ഒരു കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യമായ ഘട്ടല്ലേ? മുസ്ലിം ലീഗിന്റെ പ്രസക്തി വർദ്ധിച്ചു വരല്ലേ? കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഈ കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എന്താണ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കാരണം? മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെയും അർപ്പണബോധമുള്ള നേതാക്കന്മാരുടെയും ഉജ്ജ്വലമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി വളരെ ശക്തമായി മുന്നേറി. കേരളത്തിൽ 75 ഗ്രാമപഞ്ചായത്തിൽ CPM-നും ഇടതുപക്ഷത്തിനും മെമ്പർമാരില്ല. വഹ്ദഹു ലാ ശരീക ലഹു. അതിലെന്താ? ഒറ്റ മെമ്പർമാരില്ല. ചരിത്രത്തിൽ ആദ്യമാണ്. കേരളത്തിൽ ഏത് കാലഘട്ടങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ 60% ഇടതുപക്ഷ ഭരിക്കൽ. ഏത് കാലഘട്ടം UDF ഭരിച്ചാലും LDF ഭരിച്ചാലും. എന്തേ മാറാനുണ്ടായ കാരണം? മധ്യവർഗം അകന്നു, സാധാരണക്കാരാകുന്നു. എങ്ങനെ മധ്യവർഗം അകലാതൊക്കെ? 6 മാസം റീ എൻട്രി അടിച്ചിട്ട് ജിദ്ദിന്നോ ദുബായിന്നോ വന്നാൽ 3.5 മാസം പ്ലാനുമായിട്ട് തൊക്കിൽ വെച്ച് ഇങ്ങനെ നടക്കുക. 2 ലോഡ് മണൽ ഇറക്കുക. 5.5 മാസം കഴിഞ്ഞു പിന്നെ ടിക്കറ്റ് പുതുക്കാനായി വിടണം. ഒരു പേടിങ്ങൾ പേടിച്ചണ്ട. 2.5 മാസം കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ 6 മാസത്തിന് വന്നോളി, 2 വീടുണ്ടാക്കിക്കോളി, മൗലൂദോതി കുടിരിക്കൽ കഴിച്ചോളി, തിരിച്ച് നാട്ടിൽ പോകാനുള്ള അവസരം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടും. അങ്ങനെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അപ്പൊ 220 kV വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന ഒന്ന് പാണക്കാട്ടുനിന്ന് ചുണ്ടനക്കിയാൽ കേരളമാകെ ചലിപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ യോദ്ധാവാണ് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ക്ഷീണിച്ചാൽ മുസ്ലിം ലീഗിനെ ക്ഷീണിപ്പിക്കാൻ സാധിക്കും. മുസ്ലിം ലീഗ് ക്ഷീണിച്ചാലോ ഐക്യജനാധിപത്യ മുന്നണിക്ക് ക്ഷീണം പറ്റും. അങ്ങനെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചില പ്രദേശത്ത് നിന്ന് ചില ശക്തികളുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പുതിയ അനുഭവങ്ങൾ ഇപ്പോൾ വരുന്നത്. പോലീസ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാര്യങ്ങൾ ആലോചിച്ചോളി. കൈത്തണ്ടക്ക് ബലമുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുണ്ടാകുമ്പോൾ 2 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ സെക്യൂരിറ്റി പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ആവശ്യമില്ല എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് സാധിക്കുന്നത് ഈ പാർട്ടിയിലുള്ള നേതാക്കന്മാരും മണികളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ്.
എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ആളുകൾ സ്വീകാര്യത വർദ്ധിക്കുന്നത്? മഞ്ഞളാംകുഴി അലി സാഹിബ് എനിക്ക് മുമ്പേ ലീഗിലേക്ക് വന്നയാളാണ്. ആ മഞ്ഞളാംകുഴി അലി സാഹിബിന് വിജയൻ രാഘവൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് കീടം എന്നാ വിളിച്ചത്. പക്ഷേ മഞ്ഞളാംകുഴി അലി മുസ്ലിം ലീഗിനും UDF-നും കിരീടമാകാൻ പോവുകയാണ് സമീപഭാവിയിൽ. അത് മനസ്സിലാക്കിക്കോളി.